വെല്ലുവിളിയുടെ സ്വാഭാവികമായും. കാരണം വലിയ മത്സരം നടക്കുന്നു എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. തോക്കും എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസം സ്വാഭാവികമായും രാഷ്ട്രീയമായ ഒരു ആത്മവിശ്വാസമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് തോൽക്കാൻ ഉതകുന്ന രാഷ്ട്രീയ സാഹചര്യം പല മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിലുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പം തൃത്താല നേരത്തെ സുനിൽ സാറ് പറഞ്ഞതുപോലെ അതൊരു UDF മണ്ഡലമല്ല. തൃത്താല ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM ജയിക്കുന്നു, പിന്നീട് കോൺഗ്രസ് ജയിക്കുന്നു, പിന്നീട് CPM നിരന്തരമായി ജയിക്കുന്നു, ഒരു 4 തവണ കോൺഗ്രസ് മണ്ഡല ജയിക്കുന്നു. പുനർനിർണയത്തിന് ശേഷം എന്നാലും 2 തവണയേ ആയിട്ടുള്ളൂ VT ബൽറാം അവിടെ ജയിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മാറി മാറി പല CPM-നും കോൺഗ്രസിനും അനുകൂലമായി വിധി എഴുതിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ നോക്കൂ, VT ബൽറാം ഭയങ്കര കാരിസ്മയുള്ളൊരു നേതാവ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് MP രാജേഷ് അവിടെ വരികയും ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടക്കുകയും ചെയ്യുന്നത്. 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ ഒരു അട്ടിമറി ഉണ്ടാവുകയും ചെയ്യുന്നത്. 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച ഒരു മണ്ഡലം വളരെ സേഫ് എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. MP രാജേഷിനെ പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുതിർന്ന ഒരു നേതാവിന് വളരെ സേഫ് എന്ന നിലയ്ക്ക് മറ്റുള്ള ഇടങ്ങളിലേക്ക് പോയി പ്രചാരണത്തിനൊക്കെ നേതൃത്വം നൽകാൻ കഴിയുന്നൊരു മണ്ഡലമല്ല തൃത്താല. അവിടെ നിന്നു തന്നെ പ്രചാരണം നയിക്കുകയും പ്രചാരണം കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട് എന്നതിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ നോക്കൂ, ഇനി അടുത്തത് കളമശ്ശേരി. AK ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലമായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലത്തിൽ പിടിച്ചെടുക്കുകയാണ് P രാജീവ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ P രാജീവ് പിടിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ BJP-യുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും വളരെ ഡയറക്റ്റ് ഫൈറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഈ പറയുന്ന പോലെ P രാജീവിനെ പോലെ സംസ്ഥാനത്തെ ഒരു മുതിർന്ന മന്ത്രിക്ക് CPM-ൻ്റെ അടുത്ത മുഖം എന്ന് വിലയിരുത്താൻ പോകുന്ന ഒരു മന്ത്രിക്ക് വളരെ സേഫായ മണ്ഡലമൊന്നുമല്ല കളമശ്ശേരി. അദ്ദേഹമൊക്കെ ഈ താരപ്രചാരകരുടെ പട്ടികയിൽ സംസ്ഥാന വ്യാപകമായ പ്രചാരണം നടത്തേണ്ടിയിരുന്ന നേതാക്കളാണ്. പക്ഷേ വളരെ സേഫായി കളമശ്ശേരി നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളിടത്തേക്ക് പോകാനൊന്നും കഴിയില്ല. കളമശ്ശേരിയിൽ പണിയെടുക്കേണ്ടിയുടെ പ്രചാരണത്തിന് മുഴുവൻ സമയത്തും P രാജീവ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവസാനം വേടൻ വരെ വന്നു ഇവിടെ പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടാൻ എന്ന നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ വ്യാപകമായ വെല്ലുവിളി ഉണ്ടെന്നേ. മണ്ഡലം ജയിച്ചു വരിക എന്നത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തുടർഭരണം കിട്ടേണ്ടതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണ്. ഒരു ടൈറ്റ് ഫൈറ്റ് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്.